ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഞാൻ പയ്യെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ തൊണ്ട അടച്ചിരിക്കുക, സൗണ്ട് ശരിക്കും പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഗ്യാസ് തീർന്നു. ഞാൻ രാവിലെ തന്നെ വെളിയിലോട്ട് നമുക്ക് കുറച്ച് ചൂട്ടും കൊതുമ്പും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ വെളിയിലോട്ട് വെച്ച് ചായ ഇട്ട് രാവിലെ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ദോശയും കൂടെ വെളിയിലോട്ട് വെച്ചൊന്ന് ചൂടാമെന്ന് വിചാരിച്ചു. എന്തായാലും വെറുതെ ഇരിക്കുക, ചേട്ടാ ഗ്യാസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ദോശയും കൂടെ ചുട്ട് വരുമ്പോഴത്തേന് വെക്കാമെന്ന് വെച്ചു. കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അങ്ങനെ അതും കൂടി എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി. പിന്നെ ഉച്ചക്കലത്തേന് ചേട്ടയില്ല, അതുകൊണ്ട് എനിക്ക് നീലൂട്ടനും മതി ചോറും കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞതിരിക്കുന്നു. അപ്പോൾ ആ ബീട്രൂട്ട് കൂടെ തോരൻ വെച്ചിട്ട് നീലൂട്ടിന് ഒരു തോരൻ മതി. അപ്പോൾ ഇന്നലെ തോരനൊന്നും വെച്ചില്ല, കാരണം ഗ്യാസ് തീർന്നതുകൊണ്ട്. അതിൻ്റെ കൂടെ തീപ്പെട്ടി ഇല്ലായിരുന്നു, തീപ്പെട്ടിയും തീർന്നു പോയി. അപ്പം തോരൻ വയ്ക്കാനും പറ്റിയില്ല. പിന്നെ നീലൂട്ടിന് ഇന്നലെ സാമ്പാറും ചോറും വെച്ച് മാത്രം കൊടുത്ത്. ഇന്ന് ഞാൻ വെച്ചു ആ തോരൻ അങ്ങ് വെക്കാം, അത് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായിപ്പോവും. അപ്പോൾ നമുക്ക് ദോശ ചൂടാം. എണ്ണ തയ്ക്കാം. നീലോ എടാ എടുക്കാൻ പോയേക്കുന്നു. കൊച്ചിനപ്പോൾ വെളിയിറക്കട്ടെ. ആ ബക്കറ്റും അതൊക്കെ മാറ്റി ഇങ്ങനെ വഴി ബക്കറ്റൊക്കെ എനിക്ക് അവിടെ ഒരു കൂട്ടൊന്നും ഉണ്ട്. അപ്പോൾ അവിടെ വെട്ടിയിട്ട് ഇങ്ങനെ വരുന്നത് അവൻ കയറണമെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. വരാന്ന് വിളിച്ചു പറഞ്ഞു. ദോശ ചപ്പാത്തി അല്ലടാ, ദോശ. അത് വീഴൂടാ. ഇല്ല, എണ്ണ കളയുന്നില്ല, അവിടെ വെയിലില്ലു.
ചെറുക്കൻ്റെ കാര്യം കൊണ്ട് കഴിച്ചിട്ടു വണ്ടി കൊണ്ടുവന്ന് നോക്കിക്കൊണ്ട് താങ്ക് യു. രാവിലെ കാപ്പിയുടി കഴിഞ്ഞിട്ടോ എല്ലാവരും കണ്ടല്ലോ. ദോശയും സാമ്പാറുമായിരുന്നു. അപ്പോൾ കാപ്പിയുടി കഴിഞ്ഞു. ചേട്ടൻ ജോലിക്ക് പോയി. നീലൂസ് ജോലിക്ക് പോകുന്നു. നീലു ദോശയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അപ്പുറത്ത് നമ്മുടെ ഓണറമ്മ തേങ്ങ അടത്താനായിട്ട് ഒരു മാമനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേ തേങ്ങയൊക്കെ അടത്തി പിന്നെ കുറേ ഓലയൊക്കെ വെട്ടിയിട്ട് തോന്നുന്നുണ്ടോ? അയ്യോ കാണാൻ വയ്യേ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഓലയൊക്കെ വെട്ടി തേങ്ങയൊക്കെ അടത്തി. അപ്പോൾ നമുക്ക് എത്ര തേങ്ങയാണ് തന്നിട്ടുള്ളത്? നമുക്കൊരു 6 തേങ്ങ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് തേങ്ങ വാങ്ങിക്കണ്ട. തേങ്ങ തന്നു. പിന്നെ അതുകൊണ്ട് അവിടെ ഓല വെട്ടി വെച്ചേക്കുന്നുണ്ടോ? അത് ഓല അമ്മയ്ക്കായിരിക്കും. നമുക്ക് ഈ ചൂലുണ്ടാക്കാനും ഈർക്കിൽ ചീവി എടുത്തിട്ട് ചൂലുണ്ടാക്കുമല്ലോ, ചൂലുണ്ടാക്കാനൊക്കെ ആയിരിക്കും. പിന്നെ കുറേ കൊതുമ്പ് തന്നു കേട്ടോ. കൊതുമ്പൊക്കെ വെട്ടിയത് നമുക്ക് തന്നു. ഇത്രയും കൊതുമ്പും തന്നു. അപ്പം ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറ് വയ്ക്കണം. പിന്നെ സാമ്പാർ കുറച്ചിരിക്കുന്നുണ്ട്. നമുക്കിന്ന് ഉച്ചത്തേന് മതി. അപ്പോൾ വൈകിട്ട് നമ്മൾ നേരെ ചേട്ടാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നേരെ അങ്ങ് വീട്ടിലോട്ട് പോവാം. അപ്പം ഉച്ചത്തേന് മതി. അപ്പോൾ കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞതിരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെ തോരൻ വെച്ച് കഴിഞ്ഞാൽ നീലൂട്ടൻ അത് മതിയാവും, എനിക്കും അത് മതിയാവും. അങ്ങനെ അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് കരിയായ നമ്മൾ അടുപ്പിൽ വെച്ച പാത്രമൊക്കെ ഉണ്ടല്ലോ, കരിയായ പാത്രങ്ങളൊക്കെ വെളിയിൽ വെച്ചങ്ങ് തേച്ച് വഴക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം.
നീലൂസിന് ചോറ് കൊടുത്തതിൻ്റെ ബാക്കിയാട്ടോ. ഞാൻ നീലൂസിന് ചോറ് കൊടുക്കുന്നതൊന്നും വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല, കാരണം അത് ഇച്ചിരി സമയം പിടിക്കുന്ന കാര്യമാണ്. പുറകെ നടന്ന് ഓടി 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 അതും പറഞ്ഞ് ഇതും പറഞ്ഞൊക്കെ ചോറ് കൊടുക്കാനായിട്ട് പറ്റും. അതപ്പം കുറേ സമയം എടുക്കും ചോറ് കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. നമ്മുടെ സാമ്പാർ ഫിനിഷ്. അപ്പം ഇനി ഞാൻ പോയി ചോറ് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വെളിയിൽ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി രാത്രിയിൽ നമ്മൾ വൈകിട്ട് വീട്ടിലോട്ട് പോകണമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ചേട്ടാ ഇപ്പോൾ തീരുമാനം മാറ്റി. എന്താണെന്നറിയത്തില്ല, നാളെ രാവിലെ അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിനി അപ്പോൾ രാത്രിയിലത്തേന് എന്തെങ്കിലും എടുക്കണം. ഞാൻ ചോറ് ഞങ്ങൾക്ക് നമ്മൾ വൈകിട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഒന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഉച്ചക്കത്തേന് എനിക്ക് നീലൂട്ടനെ മാത്രമായിട്ട് ചോറ് എടുക്കാം. അത്ര ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ വൈകിട്ടത്തേന് എന്തെങ്കിലും എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു 4-4:30 ആകുമ്പോഴത്തേന് വിളിച്ച് ചോദിക്കാം. ദോശകളെ മാവ് വാങ്ങിച്ചുകൊണ്ട് വരുമോ, എന്തെങ്കിലും ചെയ്യുവാന്നോ. സാമ്പാർ കുറച്ച് വേണമെങ്കിൽ ഇന്ന് രാത്രിയിലത്തേനും നാളെ രാവിലത്തേനും നമുക്ക് സാമ്പാർ വയ്ക്കാം. എന്നിട്ട് ദോശ എല്ലാം ചുട്ട് കഴിച്ചിട്ട് നമുക്ക് പോകാം നാളെ രാവിലെ. അപ്പോൾ അങ്ങനെ വിളിച്ച് ചോദിക്കാം. എന്താ പറയുന്നത് അറിയില്ല, ഇനി വൈകിട്ടാവട്ടെ. ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് ജോലികൾ ബാക്കിയുണ്ട് വീട്ടിൽ ചെയ്യാനായിട്ട്. കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ട്. ആ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞു. പിന്നെ ചെയ്യാനുള്ള ജോലി എന്ന് വെച്ചാൽ നമുക്ക് അകത്ത് വീട് മൊത്തത്തിൽ ഒന്ന് തൂത്തുവാരിയിട്ട് തുടയ്ക്കണം. ഇന്നലെ തുടയ്ക്കണം എന്ന് വിചാരിച്ചത്, പക്ഷേ ഇന്നലെ അതിനുള്ള സ്റ്റാമിന എനിക്കില്ലായിരുന്നു. ഇന്നെന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ എനർജീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ചിട്ടിട്ട് വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് വരുമ്പോൾ സമാധാനമായിട്ട് കയറി ഇരിക്കാമല്ലോ. പിന്നെ വന്ന ഉടനെ തുടയ്ക്കണം അങ്ങനെയൊക്കെ വേണ്ടല്ലോ. തുടച്ചിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ആ പാത്രങ്ങളെല്ലാം കൂടെ കഴുകിയിട്ട് നമുക്ക് തൂത്തുവാരി ഒന്ന് തുടയ്ക്കാം. കുറേ ദിവസമായി തുടച്ചിട്ട് അവിടെ നിൽപ്പുണ്ട്. ഞാൻ വീട്ടിൽ അവിടെ നിൽപ്പുണ്ട്. നീലുഷേ നീലുഷേ എന്ത് മണ്ണാണോ അത്? മണ്ണ് എന്തിനാ എടുത്തേക്കുന്നേ? എന്തിനാ മണ്ണ്? ചിച്ചിച്ചാണോ മണ്ണ്? ചിച്ചിച്ചാ കള അത് കളയൂലേ? അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്കൊരു ചെറുക്കൻ എൻ്റെ മേത്ത് മൊത്തം തല വഴി വെള്ളം കുരി ഒഴിച്ച് തന്നു.
ഇന്ന് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല. അപ്പം ഞാൻ ഇനി വേണ്ട കേട്ടോ, നിങ്ങൾ ഈ മുറിയുടെ വീടിൻ്റെ കോല നോക്കൂ കണ്ടോ, വാരിയിട്ടേക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്ക് കണ്ടോ, എല്ലാം ഇവിടുത്തെ പുത്രൻ്റെ പരിപാടിയാണ്. ഇനി ഇതെല്ലാം ഒന്ന് പറക്കി മാറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് തൂക്കണം, തുടയ്ക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറക്കി ഒതുക്കട്ടെ. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയും എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡൊക്കെ അത് പറഞ്ഞപ്പോഴാണ് പുതിയ സ്റ്റാൻഡ് വാങ്ങിച്ചു കേട്ടോ, മൊബൈലിൽ വയ്ക്കാനുള്ള സ്റ്റാൻഡ് വാങ്ങിച്ചു. ചേട്ടായി സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു തന്ന്. അപ്പം അതൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ എടുത്ത വീഡിയോയിലെ സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫുള്ള് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടിരുന്നേ. കാരണം ഇപ്പോൾ വെളിയിൽ നിന്ന് ഞാനോരോന്ന് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ നീലോട്ട് അകത്തിരുന്ന് കാർട്ടൂൺ കാണുമായിരുന്നു. അപ്പോൾ അവ എടുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അകത്ത് കയറിയിട്ട് അകത്ത് തുടയ്ക്കാനും കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് സ്റ്റാൻഡ് കൊണ്ട് അങ്ങോട്ട് വെച്ചതും അവയെടുത്ത് അതിൽ പണി തുടങ്ങി. പിന്നെ അത് മാറ്റി വയ്ക്കാതെ നിവർത്തിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എല്ലായിടവും തുടച്ചു എല്ലാം കവർ ചെയ്തു. സിറ്റ് ഔട്ടും എല്ലാം തുടച്ച് നല്ല നീറ്റാക്കി. അപ്പം ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തുണി നനയ്ക്കാനുണ്ട്. തുണി നനച്ചിട്ട് മുറ്റം കൂടി ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്നത്തെ. ബാക്കി പിന്നെ കുളിക്കണം, നനയ്ക്കണം. ആദ്യമേ കഴിയും, കുളിക്കണം, അത്രയൊക്കെ ഉള്ളൂ.
കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നീലൂട്ടനും കുളിച്ചു, സുന്ദരനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഒരു ഏത്തപ്പഴമൊക്കെ എടുത്ത് കൊടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി രാത്രിയിലത്തേന് എന്തോ വേണമെന്ന് വിളിച്ചു ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. മുമ്പേ പറഞ്ഞില്ല, ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചെന്ന, പുതിയൊരു സ്റ്റാൻഡ്. അപ്പോൾ ഇതാട്ടോ ആ സ്റ്റാൻഡ്. ഞാനല്ല വാങ്ങിച്ചത്, ചേട്ടായി വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടായിയോട് ചോദിച്ചത് കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ സ്റ്റാൻഡ് വാങ്ങിച്ചു തന്ന്. അടിപൊളി കേട്ടോ, ഭയങ്കര എന്താ പറയുക, ഇത് സ്റ്റാൻഡ് ഇല്ലാതെ ഫോൺ എവിടെയെങ്കിലും ഇപ്പം ഞാൻ ഫോൺ ഇവിടെ ഇങ്ങനെ കുത്തി ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്, ഈ സ്റ്റാൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുക്കുന്നതിൻ്റെ അതൊന്ന് തിരിച്ച് വെക്കണം. നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ അങ്ങോട്ട് തിരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് തിരിച്ച് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഫോൺ താഴെ പോവും. പിന്നെ അങ്ങനെ കുറേ സമയം പോകും. പക്ഷേ ഇതിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ച് ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് മാറ്റി തിരിച്ച് വെച്ചാൽ മതി. ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. അപ്പം ഇന്ന് ആദ്യമായിട്ടാണ് ഞാനിത് വെച്ചിട്ട് എൻ്റെ എന്താണ് സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഈ സ്റ്റാൻഡ് വെച്ചിട്ടായിരിക്കും ഞാൻ എല്ലാ വീഡിയോസും എടുക്കുന്നത്. അപ്പം നീലൂട്ട ഉറങ്ങി കേട്ടോ. നീലൂട്ട കുളിച്ചു, ഏത്തപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആളിന് ക്ഷീണമായി. അപ്പോഴത്തേനും ഞാൻ ഉറക്കാനായിട്ട് കിടന്ന് ഞാനും കൂടെ എനിക്കും ഒന്ന് ക്ഷീണമായിപ്പോയി. ഇത്രയും ജോലി ചെയ്തതിന് ശേഷം എനിക്ക് ക്ഷീണമായിപ്പോയി. പിന്നെ ഇനിയിപ്പം കുറച്ച് ഒരു 2-3 തുണിയും കൂടെ, ഇട്ടിരുന്ന തുണിയും കൂടെ നനച്ചിടണം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ആ തുണിയും കൂടെ ഒന്ന് പെട്ടെന്ന് നനച്ചിട്ടിട്ട് രാവിലത്തേനും കൂടെ കുറച്ച് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. ദോശ മാവ് ചേട്ടൻ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ദോശ എടുത്ത് സാമ്പാറും വെക്കാമെന്ന് വെച്ചു. രാവിലത്തേനും കൂടി എടുക്കുമ്പോൾ തീരണം. അതിനനുസരിച്ച് ഞാൻ സാമ്പാർ വയ്ക്കുന്നുള്ളൂ. അപ്പം ഇന്ന് ഞാൻ ഇതുവരെ കുക്കറിലായിരുന്നു വെച്ചിരുന്നത്. കുക്കറിൽ ഒരു 2-3 വിസിൽ അടുപ്പിച്ച് പെട്ടെന്ന് വേവിച്ച് പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. ഇന്ന് ഞാൻ വിചാരിച്ച് എന്നാലും നമുക്ക് വിറവും ഇത് ചൂട്ടും കൊതുമ്പൊക്കെ ഇരിക്കും. ഞാൻ വിചാരിച്ച് നമുക്ക് അടുപ്പിലൊന്ന് വെച്ച് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ടേസ്റ്റ്. അപ്പോൾ ഇതാ പരിപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പരിപ്പൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചക്കറിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് വേവണമെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ കുക്കറിൽ വേവിക്കുമ്പോൾ 3 വിസിലടുപ്പിക്കും. നേരത്തെ രണ്ട് വിസിലേ അടുപ്പിക്കത്തുള്ളായിരുന്നു. പക്ഷേ വെന്തില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ 1 വിസിലും കൂടി അടുപ്പിക്കുമായിരുന്നു. ഇപ്പോഴും പറയും അതും വെന്തില്ല എന്ന്. അതിനെക്കാട്ടി നല്ലതായിട്ട് വേവണമെന്ന്. പച്ചക്കറിയൊക്കെ വേവാതെ കിടക്കും. പിന്നെ ഞാൻ വെച്ച് നല്ലതായിട്ട് വേവിക്കാമെന്ന് അടുപ്പിലിട്ട് നല്ലതായിട്ട് വേവിച്ചു. പാടുമ്പോൾ ചാഞ്ഞുറങ്ങും ആരോട് ചേർത്തുന്നു കുഞ്ചിച്ചൂടെ എല്ലാരും നിന്നൂടെ ഉല്ലാസത്തിലല്ലേ കുത്തിക്കൂറുകയും കോവിക്കുക്കുകയും വീക്കായും വെട്ടിക്കിളി കാതൂരം കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കിളിമരത്തണലോരം കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ എന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം. അടുപ്പിലെ തീ അണഞ്ഞു ഗൈസ്. പെട്ടെന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് എണീറ്റാൽ പിന്നെ ഇതും കൊണ്ടിരിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ ചിരണ്ടി എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ പെട്ടെന്ന് തീരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെത്തി എടുക്കുന്നത്. നമ്മളെപ്പോഴും എളുപ്പപ്പണി നോക്കണം. എളുപ്പപ്പണി എല്ലാ കാര്യത്തിലും നോക്കിക്കഴിഞ്ഞാൽ
ചിലതൊക്കെ കുളമായിരിക്കും. അത് നോക്കി കണ്ടൊക്കെ എടുക്കും ഇല്ലേ. പഴയ പാട്ടുകളൊക്കെ വായി കയറി വരുന്നു. പുതിയ പാട്ടോ ഉരുകി ഉരുകി പോനതടി കുരുകി കുരുകി പോനതടി ഇത് നമുക്ക് നമ്മുടെ പയറിനിട്ടിട്ട് വരാം. സാധന സാമഗ്രികളെല്ലാം എടുത്ത് അകത്ത് വയ്ക്കും. പച്ചക്കറിയുടെ സാധനങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം, കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് ചാച്ചി ഉറങ്ങാൻ പോകും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.